കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് 24 പ്രതികളിൽ 10 പേരെയാണ്. 302 മെയിൻ ഞാൻ പറയുന്നത് 302-ാം വകുപ്പ് പ്രകാരം 1 മുതൽ 8 വരെ പ്രതികളും 10ഉം 15ഉം പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പുറമെ ഇന്നിപ്പോൾ കോടതി ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ A14, A20, 21, 22 ഈ 4 പ്രതികളെ സെക്ഷൻ 225 IPC പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷ 3-ാം തീയതി പറയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ CBI ഇതിലാദ്യം ക്രൈംബ്രാഞ്ച് 14 പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചതായിരുന്നു. 14 പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിച്ചതാണ്. 15 മുതൽ 24 വരെയുള്ള പ്രതികൾ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷം പുതുതായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടവരാണ്. 15 മുതൽ 24 വരെയുള്ള പ്രതികൾ. അതിലവർ പ്രത്യേകമായിട്ട് ഗൂഢാലോചന ആരോപിച്ചു. ആ ഗൂഢാലോചനയിൽ ധാരാളം പ്രതികളെ വീണ്ടും പ്രതിസ്ഥാനത്ത് ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിലിപ്പോൾ എക്സെപ്റ്റ് A15 15 ഒഴിച്ച് 16, 17, 18, 19 എല്ലാ പ്രതികളെയും ഗൂഢാലോചന 120B-യിൽ നിന്ന് കുറ്റവിമുക്തരാക്കി അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ CBI കെട്ടിപ്പൊക്കിയ കഥ, ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പീൽ നടപടികൾ വളരെ പെട്ടെന്ന് 3-ാം തീയതി, കാരണം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. അത് 3-ാം തീയതി അന്തിമ വിധി പ്രസ്താവന നടത്തിയതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞു. അതല്ലാതെ പറയുന്നത് നിയമപരമായ ഒരു സാങ്കത്യക്കുറവുണ്ട് അതിൽ. താങ്ക് യു. രാഷ്ട്രീയ ഇറലവൻറ്റ് അപ്പുറത്തെ കഥ. ഇപ്പൊ നമ്മൾ കേസ് കാര്യം, രാഷ്ട്രീയം വേറെ, ഈ കേസ് വേറെ. അതൊക്കെ ഇത്തരം ആരോപണങ്ങൾ ആദ്യം ഈ കേസിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർന്നു വന്നിരുന്നു. അന്ന് തന്നെ അതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. 58 കൊല്ലം അഭിഭാഷകനായി ഈ പ്രൊഫഷനകത്തിരിക്കുന്ന എൻ്റെ സത്യസന്ധതയും എൻ്റെ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ജനത്തിനറിയാം. അതുകൊണ്ടാണ് 58 കൊല്ലമായിട്ട് ഞാൻ ഈ പ്രൊഫഷൻ്റെ രംഗത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അത്തരം ദുരാരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നില്ല. എൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ച് അമ്മാതിരി ധാർമ്മികം, രാഷ്ട്രീയം, ലീഗൽ ഈ വശങ്ങളെ കുറിച്ചൊന്നും ഇപ്പം മറുപടി പറയേണ്ട. കേവലം അതിൽ കാര്യമില്ല.